ലോകത്തെ നയിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ശാസ്ത്രജ്ഞർ നേരിടുന്ന വലിയൊരു ഭീഷണിയെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് സെന്ററുകളിലും ജോലി ചെയ്യുന്ന ടോപ്പ് ലെവൽ ശാസ്ത്രജ്ഞർ ഒന്നൊന്നായിട്ട് അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ അവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. എന്താണ് അമേരിക്കൻ ശാസ്ത്രലോകത്ത് നടക്കുന്നത്? ഇതിന് പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ടോ? ഇതൊരു സയന്റിഫിക് വാർ ആണോ? എന്തുകൊണ്ടാണ് FBI ഈ കേസുകളിൽ ചൈനീസ് ബന്ധം സംശയിക്കുന്നത്? 1000 ടാലന്റ്സ് പ്രോഗ്രാം എന്ന പേരിൽ ചൈന നടത്തുന്ന ആ വലിയ നീക്കം എന്താണ്? എല്ലാം നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുള്ള ചൈനയുടെ ഏറ്റവും വലിയ ആയുധമാണ് 1000 ടാലന്റ്സ് പ്രോഗ്രാം. കേൾക്കുമ്പോൾ കുറച്ച് രസമായിട്ട് തോന്നുമെങ്കിലും അമേരിക്കയുടെ കണ്ണിൽ ഇതൊരു ചാരവൃത്തിയുടെ കേന്ദ്രമാണ്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഹൈ ഇൻസെന്റിവ്സ്, അതായത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്ക് ചൈന വൻതുക വാഗ്ദാനം ചെയ്യുന്നു. വൻതോതിലുള്ള ശമ്പളം, മികച്ച ലാബ് സൗകര്യങ്ങൾ, റിസർച്ച് ഫണ്ടിംഗ് എന്നിവയാണ് ഇവരുടെ വാഗ്ദാനം. അത് കഴിഞ്ഞ് ഡ്യുവൽ അഫിലിയേഷൻ. പല ശാസ്ത്രജ്ഞരുടെയും അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നതിനോടൊപ്പം ചൈനീസ് ഗവൺമെന്റിന് വേണ്ടി രഹസ്യമായി ജോലി ചെയ്യുന്നു. ഇത് അമേരിക്കൻ നിയമപ്രകാരം വലിയ കുറ്റമാണ്. ഇനി IP തെഫ്റ്റ്, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ ചൈനയിലേക്ക് കടത്തുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്കയിൽ നടന്ന ചില മരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാര്യം വ്യക്തമാകും. ചൈനീസ് വംശജരായ അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ഇതിൽ കൂടുതൽ ഇരകളായിട്ടുള്ളത്. ഉദാഹരണത്തിന് ബിങ് ലിയു എന്ന ശാസ്ത്രജ്ഞന്റെ കേസ് പരിശോധിക്കാം. പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഇദ്ദേഹം. COVID-19 വൈറസിനെ കുറിച്ചുള്ള നിർണായകമായ ഒരു കണ്ടുപിടുത്തത്തിന് തൊട്ടരികിലായിരുന്നു ഇദ്ദേഹമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. കൊലയാളി പിന്നീട് ആത്മഹത്യ ചെയ്തു. ഈ കേസിൽ ഇന്നും ദുരൂഹതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഷാങ് ഷൌഷെങ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഇദ്ദേഹം പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് പിന്നിൽ അമേരിക്കൻ അന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള സമ്മർദ്ദമാണോ അതോ മറ്റെന്തെങ്കിലും വിദേശ ഇടപെടലാണോ എന്നത് ഇന്നും ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ ഭരണകൂടം ഇതിനെ വെറുതെ വിട്ടിട്ടില്ല. ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് തുടങ്ങിയ ചൈന ഇനിഷ്യേറ്റീവ് ഇതിന്റെ ഭാഗമാണ്. ചൈനീസ് ചാരവൃത്തി തടയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇതിന് ചില തിരിച്ചടികളും ഉണ്ടായി. അതൊന്ന് പരിശോധിക്കാം. റേഷ്യൽ പ്രൊഫൈലിംഗ് ആണ് ആദ്യം. ചൈനീസ് വംശജരായ ശാസ്ത്രജ്ഞരെ എല്ലാവരെയും സംശയത്തോടെ കാണാൻ ഇത് കാരണമായി എന്ന ആരോപണമുണ്ട്. രണ്ടാമതായിട്ട് ഫിയർ ഫാക്ടർ, അതായത് കഠിനാധ്വാനം ചെയ്ത ശാസ്ത്രജ്ഞർ പോലും തങ്ങൾ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് ഭയന്ന് ജോലി ഉപേക്ഷിക്കാൻ തുടങ്ങി. മൂന്നാമത്തേത് ദ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാം. ഭയം കാരണം പല ശാസ്ത്രജ്ഞരും അമേരിക്ക വിട്ട് ചൈനയിലേക്ക് തന്നെ പോകാൻ ഇത് കാരണമായി. മിടുക്കന്മാരെ പിടിക്കാൻ നോക്കിയപ്പോൾ അവർ നാടുവിട്ടു എന്ന അവസ്ഥയായി ഇതിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. 2026 ഏപ്രിലിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന തങ്ങളുടെ ശാസ്ത്രനയം വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരെ ആകർഷിപ്പിക്കാൻ ചൈന ഇപ്പോൾ ഗ്രീൻ കാർഡ് സൗകര്യങ്ങളും വലിയ റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും നൽകുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതിന് പുതിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നതായും FBI മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശാസ്ത്രജ്ഞർ നേരിട്ട് പോകുന്നതിനേക്കാൾ അവരുടെ ഡിജിറ്റൽ ഫയലുകൾ മോഷ്ടിക്കാനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. വിദഗ്ധർ പറയുന്നത് ഇത് വെറും ഒരു മോഷണമല്ല, മറിച്ചൊരു പുതിയ തരത്തിലുള്ള കോൾഡ് വാർ അഥവാ ശീതയുദ്ധമാണ് എന്നാണ്. ആയുധങ്ങൾക്കായിരുന്നു പണ്ട് പ്രാധാന്യമെങ്കിൽ ഇന്നത് നോളജിനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, സെമി കണ്ടക്ടർ ടെക്നോളജി, ഈ മേഖലകളിൽ ആര് മുന്നിലെത്തുന്നുവോ അവരായിരിക്കും ലോകത്തെ നയിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ ശാസ്ത്രജ്ഞനും ഓരോ രാജ്യത്തിനും ഒരു വലിയ അസറ്റാണ്. അവരെ നഷ്ടപ്പെടുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിന് തുല്യമാണ്. ശാസ്ത്രം എന്നത് അതിരുകളില്ലാത്ത ഒന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ശാസ്ത്രജ്ഞർ ബലിയാടാകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും. അമേരിക്കയിലെ ഈ നിഗൂഢ മരണങ്ങളും തിരോധാനങ്ങളും ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിനിടയിൽ മനുഷ്യാവകാശങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും ബലികഴിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.